വലിയൊരു അത്ഭുതത്തിന്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഒഡീഷയിലെ കട്ടക്കിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ദഹ്റ എന്ന പ്രദേശത്തുള്ള ഫിയാത്ത് മിഷന്റെ സ്ക്രിപ്ചുറ ആ ഒരു പ്രിന്റിംഗ് പ്രസ്സിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് വെറും ഒരു പ്രിന്റിംഗ് പ്രസ് അല്ല, ലോകത്തിലെ 28ഓളം ഭാഷകളിൽ ബൈബിൾ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രിന്റിംഗ് പ്രസ്. വളരെ വലിയൊരു അത്ഭുതം തന്നെയാണിത്. നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പല ഭാഷകളിലും ഇവിടെ ബൈബിൾ പ്രിന്റ് ചെയ്യുന്നുണ്ട്. 28ഓളം ഭാഷകൾ, അതിൽ 23ഓളം ഇന്ത്യൻ ഭാഷകളും ഒപ്പം തന്നെ ബാക്കി ഇംഗ്ലീഷ്, ബാക്കി ഇന്ത്യക്ക് പുറത്തുള്ള പല ഭാഷകളിലും ഇവിടെ ബൈബിൾ പ്രിന്റ് ചെയ്യുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും എന്ന കർത്താവിന്റെ വചനം വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇവിടെ പ്രാവർത്തികമാക്കുകയാണ് ഫിയാത്ത് മിഷൻ. നമുക്ക് ആ ഒരു പ്രിന്റിംഗ് പ്രസിന്റെ വിശേഷങ്ങൾ, എങ്ങനെയാണ് ഈ 28ഓളം ഭാഷകളിൽ ഇവിടെ ബൈബിൾ പ്രിന്റ് ചെയ്യുന്നത്, അതിനെപ്പറ്റി നമുക്കൊന്നു മനസ്സിലാക്കാം. ഈ പ്രിന്റിംഗ് പ്രസിന്റെ കാഴ്ചകൾ നമുക്കൊന്നു കാണാം. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രിന്റിംഗ് പ്രസിന്റെ കോർഡിനേറ്റർ ജോർജ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഫിയാത്ത് മിഷന്റെ സാരഥിയായ സ്വീറ്റ്ലി ബ്രദറിന്റെ മകൻ കൂടിയാണ്. നമുക്ക് ജോർജിനോട് ചോദിച്ചറിയാം ഈ പ്രിന്റിംഗ് പ്രസിന്റെ പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ എങ്ങനെയാണ് വിവിധ ഭാഷകളിൽ ബൈബിൾ അച്ചടിക്കുന്നത്, അതെങ്ങനെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് അയക്കുന്നത് എന്നതിനെ പറ്റി നമുക്ക് ജോർജിനോട് ചോദിച്ചറിയാം. ഇപ്പൊ ഇവിടെ 23 ഭാഷകളില് ഇന്ത്യയിലും അതുപോലെ തന്നെ 5 ഫോറിൻ ലാംഗ്വേജസ് ഞങ്ങളിപ്പോ ചെയ്യുന്നുണ്ട്. അത് ഫ്രഞ്ച് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ ആഫ്രിക്കൻ ലാംഗ്വേജ് ആയ ഒരു മാഫ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ട്രൈബൽ ലാംഗ്വേജ് ഞങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5 ഫോറിൻ ലാംഗ്വേജും 23 ഇന്ത്യൻ ലാംഗ്വേജസ് ആണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അത് ട്രൈബും എല്ലാം വരും. ഹിന്ദി ബൈബിളിന്റെ പ്രിന്റിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത്. അതിപ്പോ ഏകദേശം ഇപ്പോ 50,000 എണ്ണത്തിനടുത്താണ് നമുക്കിപ്പോ ഓർഡറിലുണ്ട്. നമുക്കിപ്പോ ഒരു മാസത്തിനടുത്ത് ഏകദേശം 50,000 ബൈബിള്. അതിനുള്ള പ്രിന്റിങ് വന്ന് ഇത് ആൾക്കാര് ഗ്യാദർ ചെയ്ത് വെക്കും. ഓരോ പേജുകൾ ഗ്യാദർ ചെയ്ത് വെക്കും. പേജ് അല്ല, ഓരോ ഫോം. പേജ് ഒരു ഫോം എന്ന് പറയുന്നത് ഏകദേശം 32 പേജസ്. അതാണ് ഇരിക്കുന്നതൊക്കെ. ഇത് അതിന്റെ ബംഗാളി വെർഷൻ ആണ്, ബംഗാളി ഫോമുകളാണ്. ഇത് അങ്ങനെ ഓരോന്നുകളാണ്. ഇനി ഇത് കഴിയുമ്പോ ഇത് നമുക്ക് ഗ്യാദർ ചെയ്യണം. അതാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോം എന്ന് പറയുമ്പോൾ 32 പേജുകളായിട്ട് അങ്ങനെ ലൈക്ക് ഒരു പുതിയ നിയമ ബൈബിളിലാണെങ്കിൽ, പുതിയ നിയമം മാത്രമുള്ള ബൈബിളിലാണെങ്കിൽ ഏകദേശം 17, 15 ഏകദേശം അത്രയും വരും ഫോമുകൾ വരും. പിന്നെ ഫുൾ ബൈബിൾ ആണെങ്കിൽ ഏകദേശം അതൊരു 70 വരെ ഫോമുകൾ പോവാം. അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഗ്യാദറിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ ജോർജ് പറഞ്ഞു, ഇപ്പൊ നമുക്ക് അവിടുന്ന് ഫോം ലഭിക്കുന്നു, 32 പേജിന്റെ ഫോം. പിന്നെ അത് ഇവിടെ എത്തുന്നു. പിന്നീടുള്ള ഒരു പ്രോസസ് ഒന്ന് പറയാം. ഇതിപ്പോ ഇവിടെ ഇരിക്കുന്നത് ഓരോന്നും ഓരോ ഫോമുകളാണ്. അതായത് ഓരോ 32 പേജുകളാണ്. ഈ 32 പേജ് ഇതിപ്പോ നമ്മൾ ഓരോ സ്റ്റേഷൻ എന്ന് പറയാം. ഇതൊരു സ്റ്റേഷനാണ്, ഇതൊരു സ്റ്റേഷനാണ്, ഇതൊരു സ്റ്റേഷൻ. അങ്ങനെ ഓരോന്നിലേക്ക് നമ്മൾ വെച്ചിട്ട് അത് ആ താഴേക്ക് പോണ അനുസരിച്ച് അത് ഗ്യാദർ ആവും. എന്നിട്ട് ഇതിങ്ങനെ താഴെ കൂടെ ട്രാവൽ ചെയ്യുന്നതാണ്. അവിടെ അറ്റത്ത് എന്നിട്ട് അത് സ്റ്റാക്ക് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അത് അവിടെ ഓരോ സെപ്പറേറ്റ് ഫോം ആയിരിക്കും. ഓരോ സെപ്പറേറ്റ് ഫോമാണ്. ഇതും ഒരു ഫോമാണ്, ഇതും ഒരു ഫോമായിരിക്കും. നമ്പർ ഉണ്ട്. കൃത്യ ഓർഡറിൽ തന്നെ അത് വെച്ച് അത് ഇവൻ വെക്കുമ്പോ നമ്മള് ഇങ്ങനെ തന്നെ വെക്കണം. ബൈബിൾ ഒരെണ്ണത്തിന്റെ ഒരു പേജ് ഇങ്ങനെ മറഞ്ഞു പോയാൽ തിരിഞ്ഞു പോയി. അപ്പൊ ഇതിനുള്ള ഏറ്റവും ശ്രദ്ധ വേണ്ട ഒരു ഏരിയയാണ്. ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ഇത് ലാസ്റ്റ് ഫോം ആണ്. ഇത് ലാസ്റ്റ് ഫോം ഇങ്ങനെ വന്ന് ഇതിങ്ങനെ ട്രാവൽ ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ ഞാനിത് എടുക്കുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തന്നില്ല, ഫോമുകളാണ്, ഓരോ ഫോമുകളാണ്. ഇതിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ ഒരു ബൈബിളോ, ഇതൊരു പുതിയ നിയമ ബൈബിളായി. 16 ഫോം 15 ഫോം കൂടുമ്പോ ഒരു ബൈബിളായി. ഇതിപ്പോ ഒരു ഒറ്റ ബൈബിൾ. അത് 14 ഫോമുകൾ കൂടുമ്പോ ഒരു ബൈബിളായി. അവിടുന്ന് വിവിധ ഫോമുകൾ ഇവിടെ വരുന്നു, ഗ്യാദർ ചെയ്യുന്നു. പിന്നെ ഈ പൊസിഷനിൽ എത്തുമ്പോഴത്തേക്ക് ഒരൊറ്റ ബൈബിളായി.
ഇനി ക്രോഡീകരിക്കുക അല്ലെങ്കിൽ ഇത് പിൻ ചെയ്യണം അല്ലേ? ആക്ച്വലി ഇതാണ് സ്റ്റിച്ചിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ നൂല് വെച്ചിട്ട് തന്നെയാണ് നമ്മള് തയ്ച്ച് ഇങ്ങനെ വരും. ഇതിപ്പോ ആള് കട്ട് ചെയ്തിട്ടില്ല, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വന്ന ഗ്യാദർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇത് കുറച്ച് സ്ട്രോങ് ആയി. ഇനി ഇതാണെങ്കില്ല നമ്മള് ഏറ്റവും നമുക്ക് ഏറ്റവും ഇതേപോലെ തന്നെ ഗ്യാദറിംഗ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു സാധനം തന്നെയാണ് സ്റ്റിച്ചിങ്. ഇതും ഓരോന്നും സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് തരുന്നതാണ്. ഇത് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഓർഡർ മാറിപ്പോവാനും പാടില്ല. അതിന് നമ്മളിവിടെ പുറത്ത് നമ്പറുകൾ ഇങ്ങനെ എഴുതി വെക്കും. ഇതിവിടെ ഇങ്ങനെ നമ്പർ അതിനനുസരിച്ച് നമ്മളിങ്ങനെ വെക്കും. അതനുസരിച്ച് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം. നമ്മളവിടെ അത് സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്തൊരു പ്രോസസ്. ഇനി ഇതിന്റെ അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് ഇത് ബൈൻഡിങ് ആണ്. അതിന് മുമ്പ് കട്ടിങ് വരും, ബൈൻഡിങ് വരും. സ്മൂത്ത് അല്ല, ഇതിന്റെ പേപ്പറുകൾ ഓരോന്നും ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ പ്രിന്റിങ്ങിൽ പറഞ്ഞ പോകും 32 പേജ് കൊടുക്കുന്നത് ഒറ്റ സിംഗിൾ ഷീറ്റിലാണ് കണ്ടേ. അത് ഇത് കട്ടിങ് ത്രൂ കളയും. 3 സൈഡ് കട്ട് ചെയ്ത് കളയും. കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഈ ഭാഗത്തേക്ക് വരാം. ഇവിടെ നോക്കുമ്പോ കൃത്യം അതിന്റെ ഇത് കളയും. ഒറ്റ ഷീറ്റിൽ നിന്ന് മാറി ഇത് പല ഷീറ്റുകളായി. ഇനി അതുമേ ഹെഡ് ബാൻഡ്, റിബൺ, ഗമ്മൊട്ടിച്ച് റെഡിയാക്കും. ഇതിന്റെ മേലെയാണ് നമ്മളിനി കവർ ഒട്ടിച്ച് സെറ്റ് ആക്കുന്നത്. അത് ബൈൻഡിങ്ങിൽ വരും. അപ്പം 3 കാര്യങ്ങളാണ്. ഹെഡ് ബാൻഡ്, അത് പിന്നെ റിബൺ, പശ ഒട്ടിക്കും. അത് പശയിലാണ്. പശയും സ്റ്റിച്ചിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞാലും പശ ഒട്ടിക്കുമ്പോഴാണ് നമ്മളിത് സ്ട്രോങ് ബേസിൽ നിൽക്കുന്നത്. ഇതിപ്പോ ചട്ടയും നമ്മൾ പറഞ്ഞു നേരത്തെ ചട്ട ഒട്ടിക്കണ കാര്യം പറഞ്ഞു. ഇത് ചട്ട ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ബൈബിളാണ്. ഇനി ഈ ബൈബിള് ലാസ്റ്റ് ക്ലീനിങ് എന്ന് പറയും. അതിനുള്ള നമ്മള് പശ വന്നിട്ടുള്ളത് നോക്കും, ഇതിനുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വേറെ പേജുകൾ ഒട്ടിയിരിക്കണോ നോക്കും. അങ്ങനത്തെ എല്ലാ തരവും നമ്മള് ഈ ചെക്കിങ് എല്ലാം ഇതിനുള്ള നടക്കണേ. ഇതാണ് ഇപ്പൊ ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രിന്റിംഗ് പ്രസിന്റെ ഒരു റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് പേപ്പർ ആണ് അല്ലെ? എനിക്കൊന്ന് ഇത് പേപ്പർ ബണ്ടിൽസ് ആണ്. പേപ്പർ റീൽ എന്നാണ് പറയുന്നത്. ഓരോ റീലുകൾ 880 mm കണക്കിലാണ് വരുന്നത്. ഇത് ഇവിടെ നിന്നുള്ള ഇവിടെ വരെയുള്ള നീളത്തിനാണ് 880 mm എന്ന് പറയുന്നത്. ഇത് ഓരോന്നും ഇരിക്കുന്നത് ഓരോ GSM ആണ്. ഇതിപ്പോ ഇരിക്കുന്നത് 35 GSM ആണ്. പേപ്പറിന്റെ ഒരു കട്ടിയാണ്, തിക്നെസ് ഓഫ് ദ പേപ്പർ. അത് ഇതിനുള്ളിൽ വരുന്നത് അത് 30 GSM തന്നെയാണ്, പക്ഷെ വീതി കുറഞ്ഞതിന്. ഇതിപ്പോ 510 mm ആണ്. അതിനപ്പുറത്തിരിക്കുന്നത് അത് 750 mm 30 GSM. അതിനപ്പുറത്തിരിക്കുന്നത് അങ്ങനെ 40 GSM വിത്ത് 750 mm. ഇത് ഹിന്ദി ന്യൂ ടെസ്റ്റ്മെന്റ് ബൈബിൾ ആണ്. ഇത് രണ്ടും 880 mm പേപ്പറിൽ അടിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിപ്പോ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പാക്കിങ് റെഡി ആയിട്ടിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് ഇത് ഓരോന്നും നമുക്ക് പാക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടിയെടുത്ത് വെച്ചോളാം. ഇത് തെലുങ്ക് ബൈബിളാണ്, ഇത് ഹിന്ദി ബൈബിളാണ്. ഇത് രണ്ടും 880 mm അടിച്ചിട്ട് നമ്മൾ വെച്ചിട്ടുള്ളതാണ്. ഇനി ഇപ്പൊ ഇത് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പാക്കിങ് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ഓരോ ബൈബിൾ ഇങ്ങനെ പൊതിഞ്ഞ് ഇത് കൊടുക്കുക. ഇതിപ്പോ എല്ലാം പാക്കിങ് വേണ്ടി റെഡിയായി നിൽക്കുന്നതാണ്. ഇനി ഇത് ഓർഡർ അനുസരിച്ച് നമുക്കിപ്പോ അച്ഛന്മാരും സിസ്റ്റർമാരും അല്ലെങ്കിൽ ലേ മിഷണറീസും പറഞ്ഞതനുസരിച്ച് നമ്മൾ ഓരോരുത്തർക്ക് ഓരോ സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കും. നമ്മളൊരു പാക്കിംഗ് കേസ് എന്ന് പറയുമ്പോൾ എത്ര ബൈബിൾ ഉണ്ടാവും? ഇപ്പോ തെലുങ്ക് വെക്കുകയാണെങ്കിൽ വലിയ ബൈബിൾ ആയ കാരണം ഇറ്റ് കംസ് അറൌണ്ട് 20 ബൈബിൾസ് ഒരു ബോക്സിൽ. മറ്റേ ഹിന്ദി ബൈബിൾ ആണെങ്കിൽ ഏകദേശം ഒരു 50 ബൈബിൾസ് വരും ഒരു ബോക്സിൽ. പിന്നെ അതിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ കൊടുക്കും. ഓക്കെ. പിന്നെ അതിന്റെ ലോജിസ്റ്റിക്സ് എങ്ങനെയാന്ന് അത് പറയാനല്ലേ? നമ്മളത് എങ്ങനെയാ നമ്മൾ അയച്ചു കൊടുക്കുവാണോ? അത് ആവശ്യമനുസരിച്ച് നമ്മൾ കൊടുക്കാണ്. ലൈക്ക് അവര് ഡിമാൻഡ് ചെയ്യണ അനുസരിച്ചാണ്. ഇപ്പൊ വലിയ ഓർഡറുകളാണ്, അവർക്ക് പറയാണ് നമുക്കൊരു ലോറി അങ്ങനെ എന്തെങ്കിലും വിളിച്ചെന്ന് പറയുകയാണെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷൻ വഴി നോക്കും. ഇല്ലെങ്കിൽ ഞങ്ങളിപ്പോ കൊറിയർ ചെയ്യും. അത് ഔട്ട് ഓഫ് ഇന്ത്യ ആണെങ്കിലോ? ഞങ്ങൾ ഷിപ്മെന്റ് ആണ് മെയിൻലി ചെയ്യുന്നത്. ഞങ്ങൾക്കിപ്പോ ഫ്രഞ്ച് വന്നിട്ടുള്ള ഞങ്ങള് ക്യാമറൂൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അവിടെ ഡൗല എന്ന് പറഞ്ഞാൽ അവിടെ ഷിപ്പ് യാർഡിലേക്ക് അവർ എത്തിച്ചു കൊടുക്കണം. ഓക്കെ. ഒപ്പം തന്നെ നമുക്കറിയാം ഈ ആഫ്രിക്കയിലെ ട്രൈബൽ ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞു, മാഫി അല്ലേ? മാഫ. ഓക്കെ. അപ്പൊ അതിന്റെ നമുക്ക് അതിന്റെ സോഫ്റ്റ് കോപ്പി എങ്ങനെയാ പ്രിന്റിങ്ങിനൊക്കെയുള്ള? നമുക്കത് അവരെന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാണ്. കാരണം നമുക്ക് ഈ ലാംഗ്വേജ് ഇതും അങ്ങനത്തെ ഇതെല്ലാം ചെയ്യാത്ത കാരണം നമ്മൾ അവരോട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് വേർഷൻ അവരെന്നെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും. നമുക്ക് പ്രൂഫ് റീഡിങ് അതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഇതൊരു ഫോം അല്ലേ? ഇതൊരു ഫോമിന്റെ ഒരു സൈഡായിട്ട്. ഇത് 2 എണ്ണം കൂടുമ്പോഴാണ് ഒരു ഫോം തന്നെയാവുള്ളൂ. ശരി. ഇത് രണ്ടും പ്രിന്റിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വെച്ചു കൊടുക്കും. ആക്ച്വലി ഇതിലേക്ക് ഇങ്ക് വന്നിട്ടാണ് ഇത് ഫോമിലേക്ക് വരും. ഓക്കെ. അപ്പൊ അത് ഈ 2 ഷീറ്റും കൂടെ ചേരുമ്പോഴാണ് ഒരു ഫോം ആവുന്നത്. അതായത് 32 പേജ്. ഓക്കെ. ഇതിപ്പോ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 16 പേജസ് ഉണ്ടാവും. മറ്റേ സൈഡിൽ നോക്കുകയാണെങ്കിൽ 16 തന്നെ. ഇത് രണ്ടും കൂടി കൂടുമ്പോൾ ഒരു ഫോമായി. ഓക്കെ. ഇത് അതിനുശേഷം പിന്നെ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു? ഇത് നമ്മളിനി ഇത്
ഇത് മിക്ക ആദ്യം ഇങ്ക് വന്ന് അത് ബ്രഷ് മിക്ക് പേസ്റ്റ് ചെയ്ത് അത് നമുക്ക് ഫോമിലേക്ക് വരും. പിന്നെ നമ്മൾ അത് ആസ് യൂഷ്വൽ പ്രിന്റിങ് ചെയ്ത് പ്രിന്റിംഗ് ഗ്യാതറിംഗിലേക്ക് പോയി. ഇത് പുറത്തായിരിക്കും ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ നമുക്ക് ചെയ്തു തരാം. ചെറുജീവിതം നിൻ കൃപയുടെ തണലിൽ എന്നുമെൻ ജീവിതം. ഫിയാറ്റ് മിഷന്റെ സാരഥി സ്വീറ്റ്ലി ബ്രദറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ബ്രദറെ സ്വാഗതം. തീർച്ചയായിട്ടും ഇവിടെ വന്നപ്പം ദൈവത്തിൻ്റെ ഒരു അതിശയകരമായിട്ടുള്ള ഒരു പരിപാലനയുടെ ഒരു നടത്തിപ്പ് അത് ശരിക്കും അനുഭവിച്ചറിയാൻ സാധിച്ചു. ഈ ബൈബിൾ പ്രിന്റിങ് അതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സുവിശേഷവൽക്കരണ മേഖല, അതിലേക്ക് ചിന്തിക്കുവാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? അതായത് ഞാൻ ഒരു മുഴുവൻ സമയ സുവിശേഷകനാവുന്നത് 2006 അതിനുശേഷം ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ അങ്ങനെ വലിയൊരു പ്രീച്ചറോ കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തിയോ അല്ലെങ്കിൽ എഴുതുന്ന ആളോ മിനിസ്റ്റർ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ കർത്താവിനോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട്, കർത്താവിന് വേണ്ടി മുഴുവൻ സമയം ആയിരിക്കാം എന്നുള്ള ഒരു ആശയത്തോടുകൂടിയാണ്. അതായത് വേറെ മിനിസ്റ്റർ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല, കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ. അതായത് ഞാൻ ബിസിനസ്സിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു, ഫുൾ ടൈം ബിസി ആയിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് മാറി കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി 2006 ചെയ്തുകൊണ്ടിരുന്ന ബസ്സെല്ലാം മൈൻഡ് അപ്പ് ചെയ്ത് ഫുൾ ടൈം ഇറങ്ങി. അങ്ങനെ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും കാലത്തേറ്റ് ഭാരത സുവിശേഷത്തിന് വേണ്ടി അതേപോലെ തന്നെ ലോക സുവിശേഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് മാത്രമായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഇടവക പള്ളിയിൽ ഒരു അച്ഛൻ, മിസോറാമിലുള്ള മറാം ഗോത്രത്തിൽപ്പെട്ട ഒരു അച്ഛൻ വന്നിട്ട് പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മിഷനെ കുറിച്ച് പറഞ്ഞു. മറാം ഗോത്രത്തിലാണ് അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അച്ഛന് SPD SDB അച്ഛന്മാരായിരുന്നു. അവർക്ക് അവിടെ കോളേജുണ്ട്, സ്കൂളുണ്ട്, പള്ളിയുണ്ട്, ഡിസ്പെൻസറി, അങ്ങനെ എല്ലാ ശുശ്രൂഷകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ ഗോത്രക്കാർക്ക് അവരുടെ ഭാഷയിൽ, സ്വന്തം ഭാഷയിൽ ബൈബിളില്ല. അത് അങ്ങനെ അച്ഛൻ വെറുതെ കാഷ്വലായിട്ട് പറഞ്ഞു പോയതാണ്. അവരുടെ ഇതിനകത്ത് ബൈബിളില്ല എന്നുള്ളത് കാഷ്വലായിട്ട് പറഞ്ഞു പോയി. ആ പറഞ്ഞപ്പോൾ അച്ഛൻ കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ പോയി അച്ഛനെ കണ്ടു. അച്ഛനായിട്ട് ബന്ധം കൂടിയാണ്. അച്ഛനെ കണ്ട് പറഞ്ഞിട്ട്, അച്ഛോ ഞാൻ ഈ ലാംഗ്വേജിലുള്ള ബൈബിൾ ഞാൻ പ്രിന്റ് ചെയ്ത് തരാൻ നോക്കി. അപ്പോൾ അച്ഛനെ മനസ്സിലാക്കി ഞാനൊരു ബിസിനസ്സായിരുന്ന നിലയ്ക്ക് അച്ഛൻ അപ്പം ഏറ്റവും അന്ന് നേരെ തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ അവിടെ പോയി ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ അതാണ് 2010 റിലീസ് ചെയ്ത ആദ്യത്തെ ഞങ്ങളുടെ ബൈബിൾ. അത് മറാം ഗോത്രക്കാർക്ക് വേണ്ടി, മിസോറാമിലുള്ള മറാം ഗോത്രക്കാർക്ക് വേണ്ടി ചെയ്ത ബൈബിളാണ് 2010. അപ്പോൾ അന്ന് ഞങ്ങൾ പ്രിന്റ് ചെയ്യുന്നത് ഡിവൈൻ പ്രിന്റേഴ്സിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഒരു കർത്താവ് ഇത്രനാളും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഭാരതഭൂഷണി പ്രാർത്ഥിച്ച് കർത്താവ് തന്നൊരു മിനിസ്ട്രിയാണ് ബൈബിൾ മിനിസ്ട്രി. അവിടെ ഞങ്ങൾ പിന്നെ കർത്താവിൻ്റെ കൃപയാൽ ഓരോ അത് കഴിഞ്ഞപ്പോൾ തന്നെ ആസാമിൽ ഡിഫൂഡ് ഐസിന് വേണ്ടി കർബി എന്ന് പറഞ്ഞ ഭാഷയിൽ ബൈബിൾ ചെയ്തു. നമ്മളിവിടുത്തെ ഒരു ബൈബിൾ പ്രിന്റിംഗ് പ്രസ്സിലേക്ക് പോകുമ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് തന്നെ ബൈബിള് പ്രിന്റ് ചെയ്യുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഓരോ ബൈബിളും പ്രിന്റ് ചെയ്യുമ്പോൾ അതിന് നൽകുന്ന ഒരു ആത്മീയമായിട്ടുള്ളൊരു കവചം, അതും എടുത്തു പറയേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോ ബൈബിളിലും അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പിന്നിലുള്ളൊരു ആത്മീയമായിട്ടുള്ള ഒരു ഒരുക്കം, അതൊന്ന് പങ്കുവയ്ക്കാം. പേഴ്സണലി എനിക്ക് പ്രിന്റിംഗ് ആയിട്ടുള്ള ബന്ധം പറയാമെന്നുണ്ടെങ്കിൽ 70കളുടെ അവസാനങ്ങളിൽ എൻ്റെ ഫാദർ ബിസിനസ് തുടങ്ങി. അത് പ്രിന്റിംഗ് ഇങ്ക് മാനുഫാക്ചറിങ് ആയിരുന്നു. അപ്പോൾ പ്രിന്റിംഗ് ഇങ്ക് മാനുഫാക്ചറിങ് കേരളത്തിലത്തെ ആദ്യത്തെ കമ്പനി തുടങ്ങുന്നത് എൻ്റെ ഫാദറാണ്. ജർമ്മനിയിൽ നിന്ന് മിഷൻ വരുത്തി അത് ഒരു അങ്ങനെ ഒരു പുതിയ ബിസിനസ്സായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എൻ്റെ ഫാദറിനെ ഈ ബിസിനസ്സിൽ സഹായിക്കാൻ തുടങ്ങി. പ്രിന്റിങ് എന്നുള്ള സഹായിക്കാൻ തുടങ്ങി. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ പ്രിന്റിംഗ് ട്രയൽ എടുക്കാൻ പോകും. അത് മനോരമ, മാതൃഭൂമി, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലേക്കും പത്രങ്ങളിലേക്കെല്ലാം ഞങ്ങളാണ് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മഷി സപ്ലൈ ചെയ്തത്. അതിൻ്റെ മാനുഫാക്ചറിങ് ഉണ്ട്, സപ്ലൈ ഉണ്ടായിരുന്നു. ഞാൻ പ്രിന്റ് കഴിഞ്ഞപ്പോഴേക്കും അത് സൗത്ത് ഇന്ത്യ മൊത്തം അതിൻ്റെ സെയിൽസായി നല്ല രീതിയിൽ. അതായത് ഇതിൻ്റെ ഏതൊരു പുതിയ മെഷീൻ, അതായത് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ വന്നാലും അതിനാവശ്യമായിട്ടുള്ള ട്രയൽ എടുക്കാൻ ഞാൻ പോകും. അപ്പോൾ എല്ലാ മെഷീനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും
പ്രിന്റിംഗ് മെഷീനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. വലിയൊരു വിഷയമുണ്ട്. അതായത് അതിൻ്റെ പ്രിന്റിങ്ങിനെ കുറിച്ചുള്ള A to Z, അതായത് പല മെഷീനുകളും പല തരത്തിലുള്ള പ്രസ്സുകളും വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ പ്രസ്സുകളെ കുറിച്ചും അതിൻ്റെ അകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിനെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നിർത്തി ഞാൻ ഒരു മുഴുവൻ സമയം ശുശ്രൂഷകനായ സമയത്ത് തറവാട്ടിൽ നിന്നുള്ളതായതുകൊണ്ട് ഞാൻ ഇറങ്ങി. പക്ഷെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കൊണ്ടുനടക്കാൻ പറ്റിയില്ല, ഞാൻ നിർത്തി. അത് കഴിഞ്ഞ് ബൈബിൾ പ്രിന്റ് ചെയ്യുന്ന സമയം വന്നപ്പോൾ എനിക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ പറയാമെന്നാണെങ്കിൽ എൻ്റെ ഫാദർ പ്രിന്റിങ് മാനുഫാക്ചറിങ് തുടങ്ങിയത് ഈ ഒരു വലിയ വിളിക്ക് വേണ്ടി കർത്താവ് എന്നെ പഠിപ്പിക്കാൻ. അതായത് ഒരു പ്രസ്സാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവിടുത്തെ മിഷൻ മാത്രമേ ഉള്ളൂ. എനിക്ക് എല്ലാ മിഷനുകളെ കുറിച്ചിട്ടും അതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാം, അതായത് പത്രത്തിന് തൊട്ട് ചെറിയ പ്രസ് വരെയുള്ള എല്ലാത്തിനെ കുറിച്ചുള്ള അവയർനെസ് അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ നോളജ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് അറിയായിരുന്നു. അതുകൊണ്ട് എനിക്കതൊരു ഭാരമായി തോന്നിയില്ല. അതായത് ഒന്നും അല്ലാത്ത ഒരാൾ വെറുതെ പോയി പ്രിന്റ് ചെയ്യല്ല. കർത്താവ് എന്നെ ചെറുപ്പം തൊട്ടേ, അതായത് ഒരു സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ പ്രിന്റിങ്ങിനെ കുറിച്ച് പഠിപ്പിച്ചു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. അതുകൊണ്ട് ബൈബിൾ പ്രിന്റിങ് അത് കാരണം കർത്താവിൻ്റെ വിളിയുടെ ഭാഗമാണ്. അതായത് മാമയുടെ ഉദരത്തിലായിരുന്നപ്പോഴും ഞാൻ അറിഞ്ഞു ഈ ഒരു വിളിക്ക് വേണ്ടി കർത്താവ് എന്നെ ഒരുക്കി കൊണ്ടുവന്നു. അതായത് പ്രിന്റിങ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലൂടെ കടന്നു വന്നാലും എനിക്കത് എളുപ്പമായി. ഇനി ഇപ്പോഴത്തെ പറയാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെഷീൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ബൈബിൾ, കാരണം ഏറ്റവും നല്ലത്, ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടാവുന്ന പോലും. അതിനകത്ത് പ്രിന്റ് ചെയ്യാന്നുള്ളത് അത്ര വലിയൊരു കാര്യമല്ല. ഇപ്പോൾ അതാർക്കും ചെയ്യാം. പക്ഷെ സബ്സിഡൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഹിന്ദി ബൈബിളാണെന്നുണ്ടെങ്കിലും പുതിയ മണി 50 രൂപയ്ക്കും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടും. സമ്പൂർണ്ണ ബൈബിളാണെന്നുണ്ടെങ്കിൽ 100 രൂപ. നമുക്ക് പ്രിന്റിംഗ് കോസ്റ്റ് വരുന്നത് 250 പ്ലസ് വരുന്നുണ്ട് ഒരു ബൈബിൾ. ആഫ്രിക്കയിലുള്ള എല്ലാ ബൈബിളും ഒറ്റ റേറ്റ് $2. അത് ഏത് കൺട്രിയിൽ നിന്ന് വിളിച്ചാലും എല്ലാവർക്കും. ഇപ്പൊ 23 രാഷ്ട്രങ്ങളിലേക്കുള്ള ഫ്രഞ്ച് ബൈബിൾ ഇവിടുന്ന് പ്രിന്റ് ചെയ്യുന്നു. പിന്നെ ലോക്കൽ ലാംഗ്വേജ് എല്ലാത്തിനും ഒറ്റ റേറ്റ്, അതായത് 100 താഴെയാണ്. അതായത് അവിടുത്തെ ഏത് പോർട്ടിൽ നിന്നാണോ നമ്മൾ വിളിക്കുന്നത് ആ പോർട്ടിൽ എത്തിച്ചു കൊടുക്കും. ഇപ്പം കെനിയയിലത്തെ ഏത് പോർട്ടാണെങ്കിൽ ആ പോർട്ടിലേക്ക്, മഡഗാസ്കർ ആണെങ്കിൽ എവിടേക്കാണെങ്കിലും ആ പോർട്ടിൽ എത്തിച്ചു കൊടുക്കും. അതിനെല്ലാത്തിനും $2. വേറെ ഒന്നും പേജ് കൂടുതലുണ്ട്, സൈസ് കൂടുതലുണ്ട്, ഇതിങ്ങനെ പ്രത്യേകിച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, ഒന്നും നോക്കണ്ട, എല്ലാത്തിനും $2. അതായത് അവിടുത്തെ ജനത്തിന് ബൈബിൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാകാൻ പാടില്ല. അതിനാണ് ഇന്ത്യയിൽ നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഒറീസയിൽ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ആയിരിക്കും സ്ഥലത്ത് ഇവിടെ ബൈബിൾ നമ്മൾ 50 രൂപ കൊടുത്തത്. 25 വർഷമായിട്ടുള്ള ബൈബിൾ ഉണ്ടായിരുന്നില്ല. അതായത് ഒഡിയ ഭാഷയിൽ കാത്തലിക് എഡിഷൻ ബൈബിള് 25 വർഷം ഉണ്ടായിരുന്നില്ല. പ്രിന്റ് ലാസ്റ്റ് പ്രിന്റ് കഴിഞ്ഞിട്ട് 25 വർഷം ബൈബിൾ ഇല്ല. അപ്പൊ പുതിയതായിട്ട് വന്നുള്ള അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സും ഒന്നും കാത്തലിക് എഡിഷൻ ബൈബിൾ ഇല്ല. അത് അടിച്ചിട്ടുള്ളത് ഇത്തരം 3 ഡയസസ് ഉണ്ടായിട്ട് വരെ ആകെ അടിച്ചിട്ടുള്ളത് 7000 കോപ്പിയാണ്. ആ 7000 കോപ്പിയാണ് 25 വർഷം മുന്നേ കഴിഞ്ഞത്. അപ്പൊ ഞങ്ങളുടെ ഇനീഷ്യേഷനിൽ തന്നെ എല്ലാ പിതാക്കന്മാരെയും പോയി കണ്ട് ഞങ്ങൾക്ക് പെർമിഷൻ തന്നത്, റീപ്രിന്റ് ചെയ്യാനുള്ള പെർമിഷൻ തന്നത് വെറും 7000 കോപ്പിക്കാണ്. അല്ല സോറി, 30,000 കോപ്പിക്ക്. നമ്മൾ വിചാരിച്ചതൊരു 5 കൊല്ലത്തേക്കൊക്കെ ഉണ്ടാവും. കാരണം അവർ 7000 കോപ്പി അന്ന് വിറ്റിട്ടുള്ളത് 5 കൊല്ലമല്ല, 30,000 കോപ്പി. പക്ഷെ ആദ്യത്തെ മാസം 14 അടിച്ചു, ഒരു മാസം കൊണ്ട് കഴിഞ്ഞു. അടുത്ത മാസം വീണ്ടും 14 അടിച്ചു, അത് കഴിഞ്ഞു. അതിനടുത്ത മാസം വീണ്ടും 14 അടിച്ചു, അത് കഴിഞ്ഞു. 3 മാസം കൊണ്ട് 30,000 കോപ്പി തീർന്നു. പെർമിഷൻ തന്നത് തീർന്നു. ഇനിയിപ്പോൾ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം പരിഷ്കരിച്ച ഒരു ബൈബിൾ വരാൻ പോവാണ്. അപ്പൊ അത് വന്നു കഴിഞ്ഞിട്ട് അടുത്തടിക്കാൻ അത് ഏകദേശം 1 ലക്ഷം അടിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ ബൈബിള് പ്രിന്റ് ചെയ്യുമ്പോൾ ഓരോ ബൈബിളും അതിന് പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുക്കിയിട്ടാണ്. അത് എങ്ങനെയാണ് അതൊരു പ്രാർത്ഥന? അതായത് നമുക്ക് അങ്കമാലിലായിരുന്ന സമയത്ത് ഏകദേശം അങ്കമാലിലായിരുന്നു ഇതിന് മുന്നേ, അത് വാടകയ്ക്കെടുത്ത സ്ഥലമാണ്. ആ സമയത്തായിരുന്നു ഏകദേശം 10-200 പേരോളം പല സ്ഥലങ്ങളിലായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇതിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അതിന്റെ ഫോൾഡിങ് അല്ലെങ്കിൽ അതിന്റെ ഗാദറിങ്, അങ്ങനത്തെ കുറെ പ്രോസസ്സുകളുണ്ടായിരുന്നു. അന്ന് അതെല്ലാം മാനുവലായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം
മെക്കാനിക്കലാണ്. ഓക്കെ ഓക്കെ. ഫുൾ മെഷീനിലാണ് ചെയ്യുന്നത്. അതായത് ഒരാളുണ്ടായ ഫോൾഡിങ് മുഴുവൻ കഴിഞ്ഞു. അതായത് 100-200 പേര് ചെയ്ത സാധനം ഒരാൾ കഴിഞ്ഞു. ഗാദറിങ് കുറേ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അതൊന്നുമില്ല ഇപ്പോൾ, എല്ലാം മിഷനിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്രസന്റ് ഉള്ളിൽ ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, അതേപോലെ ഓഫീസിലും അതേപോലെ തന്നെ. അങ്ങനെ ഇപ്പൊ ഓരോ ബൈബിളിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ എല്ലാ സ്ഥലത്തും ആരാധനയ്ക്ക് എഴുതി വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഖത്താനിൽ ആശ്രയിച്ച്, കാരണം ഓരോ ലോഡ് പേപ്പർ വരാന്ന് പറഞ്ഞാൽ ഏകദേശം 38 ലക്ഷത്തോളം വരും ഒരു ലോഡ് പേപ്പർ. നമുക്ക് എല്ലാ മാസവും ഒരു ലോഡ് പേപ്പർ വേണം മിനിമം. അപ്പോൾ ഒത്തിരിയധികം സാമ്പത്തികമായിട്ട് വളരെയധികം ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് ബ്രദർ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓരോ മാസത്തെയും കാര്യങ്ങളൊക്കെ അത് ദൈവം ക്രമീകരിക്കുന്നുണ്ടല്ലേ? അത് പ്രാർത്ഥനയ്ക്ക് അത്ര അത് കുറവ് വരുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഉപവസിക്കും. കർത്താവ് ആ സമയത്ത് കർത്താവ് ഉത്തരം തരും. അത് ചോദിച്ചാൽ കടങ്ങളൊന്നും ഇല്ലാന്നല്ല, കടങ്ങളുണ്ട്, എന്നാലും കർത്താവിൻ്റെ കൃപയിലിങ്ങനെ പോകണം. പിന്നീട് നമ്മുടെ ഒഡീഷയിൽ ഈ ഒരു പ്രിന്റിംഗ് പ്രസ് തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ നമ്മൾ ബൈബിൾ പ്രിന്റ് ചെയ്തിട്ടുള്ളത് ഡിവൈനിലായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബൈബിള് നമ്മൾ കറബിയിൽ ചെയ്തു. മൂന്നാമത്തെ ബൈബിൾ ആയപ്പോഴേക്കും ഡിവൈൻകാർക്ക് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബൈബിൾ പ്രിന്റ് ചെയ്ത് തരാൻ പറ്റാതെ വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ബൈൻഡിങ് ആണ് ഏറ്റവും ഹർക്കിളിങ് ടോസ്, ഏറ്റവും കൂടുതൽ സമയം എടുക്കാതെ ബൈൻഡിങ് യൂണിറ്റ് ഞങ്ങൾ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ബൈൻഡ് ചെയ്യുന്നു, ഡിവൈനിൽ പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഡിവൈനിന് ആവശ്യമുള്ള പ്രിന്റ് ചെയ്ത് കിട്ടാണ്ടായി. അപ്പോൾ ചങ്ങനാശ്ശേരി ഡയസിന്റെ പ്രസ്സുകൾ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2 പ്രസ് പ്രിന്റ് ചെയ്യുന്നു, ഞങ്ങൾ ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ മൂന്നാമത് ഒരു പ്രസ് കൂടെ പ്രിന്റിങ്ങിന് ആവശ്യം വന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബൈബിൾ ഇറങ്ങാനായിട്ട് അങ്ങനെ 3 പ്രസ്സിൽ പ്രിന്റ് ചെയ്യുന്നു, ഞങ്ങൾ തന്നെ ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ഈ മൂന്നാമത്തെ പ്രസ് ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ പ്രസ്സായിരുന്നു, അത് വിൽക്കാന്ന് കേട്ടു. അപ്പൊ അങ്ങനെ കർത്താവിന്റെ കൃപയാല് ആ പ്രസ് മുഴുവൻ മേടിച്ചു. അതായത് കേരള സഭയില് അനേകം സപ്പോർട്ട് ചെയ്തിട്ടാണ് ആ ഒരു പ്രസ് മേടിക്കുന്നത്. കോടികൾ വിലയിലായിരുന്നു ആ പ്രസ്സിലുണ്ടായിരുന്ന എല്ലാ മെഷീനുകളും എല്ലാം മേടിച്ചു. അങ്ങനെ അത് വാടകയ്ക്കായിരുന്നു. അപ്പോൾ ഈ കൊറോണ സമയത്തായപ്പോ നമുക്ക് പേപ്പർ കിട്ടാണ്ടായി. അപ്പൊ കുറച്ച് നാള് വാടക കൊടുക്കണം, ആ സമയം പേപ്പറില്ലാത്തൊരവസ്ഥ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒറീസയിൽ നമുക്ക് ഒരാള് ഒരു സ്ഥലം തന്നു. അതിന് മുന്നേ തന്നിട്ടുണ്ട്, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയേണ്ടത്. വാടക കൊടുക്കാതിരിക്കാൻ വേണ്ടി അവിടെ എല്ലാ മിഷണറീസ് ഇവിടെ കൊണ്ടുവന്നിട്ട് വെച്ചു. അങ്ങനെ പിന്നെ ഇവിടെ പ്രസ് പണിയാണ്. ഇപ്പൊ ഇവിടെ ഒരു അടുത്ത മെയ് മാസത്തോട് കൂടെ 5 ലക്ഷം ബൈബിള് വരെ ഒരു മാസം പ്രിന്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഇപ്പൊ കുറെ പ്രസ്സുകൾ നമ്മൾ മിഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളെല്ലാം അധികം ഹെവി ഡ്യൂട്ടി അല്ലാത്തതും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറവുള്ളതൊക്കെ വിറ്റു. ഇപ്പൊ ഇവിടേക്ക് പ്രൊഡക്ഷൻ കൂടുതലുള്ള മിഷനുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്നു. കുറെ ഫണ്ട് ആവശ്യമുണ്ട്, എന്നാലും മിഷനുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും നടക്കും. മെയ് മാസം ആകുമ്പോഴേക്കും 5 ലക്ഷം ബൈബിൾ പെർ മന്ത്. നമുക്കറിയാം ഈ പ്രിന്റിങ്ങിന്റെ ഏറ്റവും വലിയൊരു നമുക്കൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു പേപ്പറിന്റെ ഒരു കാര്യമാണ്. നമുക്ക് ഫിയാത്ത് മിഷന്റെ ബൈബിൾ പ്രിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സഭയുടെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ സൈഡിൽ നിന്ന് വരെ പേപ്പർ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനമൊക്കെ നടത്തിയിരുന്നു. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കും. നമുക്ക് ഈ റോ മെറ്റീരിയലിന്റെ ഒരു കളക്ഷൻ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ഞങ്ങൾ ബൈബിൾ പേപ്പർ മേടിച്ചുകൊണ്ടിരുന്നത്, അതായത് പൈസ മുഴുവൻ കൊടുത്തിട്ട് ഏകദേശം 45 ദിവസം കാത്തിക്കണം ഒരു ലോഡ് ബൈബിൾ പേപ്പർ വരണമെങ്കിൽ. ഒരു ലോഡ് ബൈബിൾ പേപ്പർ 45 ദിവസം തൊട്ട് 60 ദിവസം വരെ കാത്തിക്കണം, ഫുൾ എമൗണ്ട് കൊടുത്തു. അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള എന്ത് ഫണ്ട് വന്നാലും ഒക്കെ മില്ല, പേപ്പർ മില്ല 45 ദിവസം വരെ എടുക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ. ആ സമയത്ത് ഒരു റെപ്രസെന്റേറ്റീവ് കയറി വന്നു. അപ്പൊ ഞാനൊരു ബിസിനസ് ഫാമിലിനായിട്ടുള്ള ബിസിനസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഇത് വന്നിട്ടുള്ളതായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് 60 ദിവസം വരെ ക്രെഡിറ്റ് വേണമെന്ന് പറഞ്ഞു. മേടിക്കുന്ന പേപ്പറിന് 60 ദിവസം ക്രെഡിറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ആള് ഫോൺ വിളിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് MD ആയിട്ട് സംസാരിക്കുന്നു. MD ആയിട്ട് സംസാരിച്ചു, കൺഫേം ചെയ്തു. പിറ്റേ ദിവസം ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു. തമിഴ്നാട്ടിലായിരുന്നു. ഞാൻ പിറ്റേ ദിവസം പോയി കണ്ടു. സാധാരണ എനിക്ക് പേപ്പർ പഠിക്കുന്ന ഒരാൾക്ക് MD പോയി കാണേണ്ട കാര്യമില്ല, ഈ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഡീലറെ കണ്ടാൽ മതി. പക്ഷെ എനിക്ക് മില്ലിലെ MD കാണണം എന്ന് പറഞ്ഞു. അത് കഥാൻ ആത്മാനം നയിച്ചു. MD കണ്ടു. MD കണ്ട് തിരിച്ചു പോരാ. പക്ഷെ ഞാൻ എനിക്ക് മില്ല് കാണണം എന്ന് പറഞ്ഞു. മില്ല് അവിടെ ഇല്ല, മില്ല് അവിടെ പിന്നെ 2 മണിക്കൂർ പോകണം. മില്ലിലേക്ക് പോയി, മില്ലിൽ പോയിട്ട് ആളെ കണ്ടു. ആ മില്ല് കണ്ട സമയത്താണ് അവര് പഴയ പേപ്പറുകൾ ഉപയോഗിക്കാനായിട്ട് കണ്ടു. അതായത് ന്യൂസ് പേപ്പറായിട്ടും നോട്ട്ബുക്കായിട്ടും ടെക്സ്റ്റ് ബുക്കായിട്ടും എല്ലാ സംഭവം അതിങ്ങനെ വെവ്വേറെ സെക്രിഗേറ്റ് ചെയ്ത് എല്ലാം എടുക്കുകയാണ്. ആ സമയത്ത് കഥാന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. നേരെ MD പോയി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ പേപ്പർ എടുക്കാം, പകരം പഴയ പേപ്പർ തരുള്ളൂ പറഞ്ഞു. അങ്ങനെ
അവർക്കുള്ള റോ മെറ്റീരിയൽ നമ്മൾ കൊടുക്കും. അപ്പൊ നമ്മളങ്ങനെ അപ്പൊ തന്നെ പല പിതാക്കന്മാരെയും ധ്യാന ഗുരുക്കന്മാരെയും കണ്ട് അവരോട് പറയിപ്പിച്ചു. പല വീഡിയോസും പല സോഷ്യൽ മീഡിയ പലതും ചെയ്തു. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു സമയത്ത് നമ്മൾ അവിടെ പേപ്പർ എടുത്തിട്ടുള്ള 1.5 കോടി രൂപയായിരുന്നു. അത് മുഴുവൻ വീട്ടിൽ നിന്ന് പഴയ കൊടുത്തിട്ടാണ്. അപ്പൊ അത് ഇതൊന്നും ഫിയാത്ത് മിഷനിൽ ആരുടെയും ബുദ്ധി കൊണ്ട് സംഭവിച്ചിട്ടല്ല, കഥാന്റെ ആത്മാവ് നയിച്ചു. ഇതൊന്നും ഫിയാത്ത് മിഷന്റെ ഓരോ കാര്യങ്ങളും കഥാന്റെ ആത്മാവ് പ്രവർത്തിക്കണം. അത് നമ്മൾ യെസ് പറയും. ഫിയാത്ത് എന്ന വാക്കിന്റെ അർത്ഥം ലെറ്റ് ഇറ്റ് ബി ഡൺ, സംഭവിക്കട്ടെ. കഥ തരുന്ന ഓരോ സന്ദേശങ്ങൾക്കും ഞങ്ങൾ ഫിയാത്ത് പറയണം. എല്ലാ ആശംസകളും ബ്രദറെ. ഇനിയും ഫിയാത്ത് മിഷന്റെ ശുശ്രൂഷകളെ ദൈവം കൂടുതൽ അത് ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ, കൂടുതൽ ഫലദായകമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇനിയും അനേകം ഭാഷകളിലേക്ക് ബൈബിൾ പ്രിന്റ് ചെയ്യാനുള്ള ഒരു കൃപ ഫിയാത്ത് മിഷന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. താങ്ക് യു. ഫിയാത്ത് മിഷനിൽ ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ തോമസ് ചേറ്റാനിലച്ചനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അച്ഛാ, ശരിക്കും വലിയൊരു അത്ഭുതം തന്നെയാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ. 28ഓളം ഭാഷകളിൽ ബൈബിള് പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രിന്റിംഗ് പ്രസ്, ഒപ്പം തന്നെ പ്രാർത്ഥനകളും മറ്റ് പ്രാർത്ഥനാ ശുശ്രൂഷകളും ഒക്കെ സജീവമായിട്ട് പോകുന്നു. അപ്പോൾ ഈ ഫിയാത്ത് മിഷന്റെ ഈ ശുശ്രൂഷകളെ അച്ഛൻ എങ്ങനെ നോക്കിക്കാണും? ഞാൻ മാനന്തവാടിയിലാണ് ജോലി ചെയ്യുന്നത്. മാനന്തവാടി ജോലി ചെയ്യുന്ന കാലത്ത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ ഫിയാത്തിൻ്റെ ആരംഭകാലങ്ങളൊക്കെ ആയിരിക്കും ഞാനിങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ തൃശ്ശൂർ ഒരു പുതിയ സംവിധാനങ്ങളൊക്കെ തുടങ്ങുന്നു ഫിയാത്ത് പേരൊക്കെ ആയിട്ട്. പിന്നെ ഫിയാത്ത് മിഷന് മാസികളൊക്കെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. അങ്ങനെ കേൾക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് പള്ളിയിലായിരുന്നപ്പോൾ ഈ ഫിയാത്ത് മിഷന് വേണ്ടിയിട്ടുള്ള പേപ്പർ കളക്ഷൻസ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ അറിയാനുള്ള അവസരം ഉണ്ടായി. അതിനോടിടയ്ക്ക് ഞാൻ അവസാനത്തെ പള്ളിയിൽ വെള്ളമുണ്ടായിരുന്നപ്പോൾ തൊട്ടിൽപ്പാലത്തല്ലല്ലോ, അവിടെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ധ്യാനത്തിൽ ഒരു മിഷൻ ധ്യാനം ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഫിയാത്തിനെ പറ്റി കൂടുതൽ അറിയാനല്ല, മിഷനോടുള്ള താല്പര്യം കൊണ്ട് പോയതായിരുന്നു. അവിടെ ചെന്നപ്പം ഫിയാത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ പോകാൻ താല്പര്യമുള്ളവരെ പറ്റി അന്വേഷിച്ചു. ഞാൻ എൻ്റെ താല്പര്യം അറിയിച്ചു. അത് കഴിഞ്ഞ് ഞാനങ്ങ് പോരുകയാണ് ചെയ്തത്. പിന്നെ ഒരു കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ റിട്ടയർമെൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വേണ്ടുമെന്ന് ചിന്തിച്ചു, എന്താ വേണ്ടേ. അപ്പോൾ അങ്ങനെ പല ഓപ്ഷൻസ് എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. പിതാവിനോട് ചോദിച്ചു. പിതാവിന് വിരോധമില്ല, പിതാവ് അനുവാദം തന്നു. എന്നാൽ പിന്നെ എവിടെയെങ്കിലും പോകാം. അപ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങാനൊക്കെ ആയിട്ട് ഡിവൈനിൽ പോയി. കുറച്ച് നാൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ക്രിസ്ത്യനിൽ പോയി. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങിയ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിലും ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫിയാത്തിനെ പറ്റി കേട്ടു. അപ്പോഴതൊരു നല്ല ഓപ്ഷനാണെന്ന് തോന്നി. സീറ്റിലായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അത് കൺഫേം ചെയ്തു. പിന്നെ ഇങ്ങോട്ട് പോരുക. ഇവിടെ വന്നപ്പോൾ കൂടുതൽ അടുത്തറിയാനുള്ള അവസരം ഉണ്ടായി. പ്രവർത്തനങ്ങൾ കാണാൻ, കേൾക്കാൻ, ഒത്തിരി ദൈവപരിപാലനയിൽ ആശ്രയിച്ചുള്ള ഒരു പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നി. മാനുഷികമായിട്ട് നോക്കുമ്പോൾ വലിയ അത്ഭുതമാണ്. പക്ഷേ ദൈവത്തിനൊന്നും അത്ഭുതമല്ലല്ലോ. ദൈവത്തിനെല്ലാം സാധാരണ പോലെ തന്നെ. അകലെ നിന്ന് നോക്കുന്നവർക്ക് എല്ലാം അത്ഭുതമാണ്. ഇവിടെ വന്ന് ഞാനിപ്പോൾ 3 വർഷമാകാൻ പോകുന്നു. വന്നപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ അത്ഭുതം പോലെ, ഒരു മറിമായം പോലെയാണ്, മജീഷ്യൻ കാണിക്കുന്ന പോലെ. ഓരോ ദിവസവും പുതിയ കെട്ടിടങ്ങൾ, പുതിയ അനുഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു വരികയാണ്. ആൾക്കാർ വരുന്നവരാണെങ്കിലും പുതിയ ആൾക്കാർ വരുന്നു. അങ്ങനെ വന്ന് കടന്നു പോകുന്നു. ഒത്തിരി നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ തന്നെ അത് ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ വലിയൊരു മുതൽക്കൂട്ടല്ലേ? പ്രത്യേകിച്ച് വ്യത്യസ്ത കർത്താവിൻ്റെ ഒരു കൽപ്പന ലോകമെങ്ങും പോയ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അതിനെ വ്യത്യസ്തമായ രീതിയിലൊരു ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു മിനിസ്ട്രി ആണല്ലേ ഇവിടെ നടത്തുന്നത്? ലോക സുവിശേഷവൽക്കരണത്തിനാണെങ്കിലും വളരെ നല്ല ഒരു മുതൽക്കൂട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാൽവയ്പ് എന്ന് പറയാം. അൽമായരുടെ ഒരു മുന്നേറ്റം ഇവിടെ നടക്കുകയാണ്. ഭാരതത്തിൽ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലേക്കും ഇടപെട്ടിട്ടുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ബൈബിള് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനി എനിക്ക് തോന്നുന്നത് പറഞ്ഞു കേട്ടിടത്തോളം ഇവിടെ ഒരു കോളേജോട് വരും. അതൊരു റെസിഡൻഷ്യൽ കോളേജായിരിക്കും. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവയ്പായിട്ട് ഞാൻ കാണുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കുറേയധികം ആൾക്കാരെ ട്രെയിൻ ചെയ്തു, അവരിപ്പോൾ ഫീൽഡിലുണ്ട്. അപ്പോൾ അതിന് പുറമെ കുറച്ചുകൂടി എക്വിപ്പ് ചെയ്യത്തക്ക വിധത്തിൽ കോളേജുകളായിട്ട് നടത്താനും കൂടെ പ്ലാനുണ്ട്. ഫിയാത്ത് മിഷൻ്റെ ഒഡീഷയിലെ കട്ടക്കിനടുത്തുള്ള ദഹ്റയിലുള്ള ഈ ഒരു മിഷൻ ഹൗസ്, അവിടെ സുപ്പീരിയറായി സേവനം ചെയ്യുന്ന
ബ്രദർ സാലസ് കുറ്റിക്കാട്ടൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ബ്രദറെ സ്വാഗതം. ശരിക്കും ഒരു ദൈവ പരിപാലനയുടെ വലിയൊരു മകുട ഉദാഹരണം തന്നെയാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഇവിടെ കാണുന്ന ഓരോ കാഴ്ചകളും നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നമുക്ക് പ്രസ്സുണ്ട്, ഒപ്പം തന്നെ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പ്രാർത്ഥനാ ശുശ്രൂഷകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ പറ്റി ബ്രദർ ഒന്ന് പങ്കുവയ്ക്കാം. ഇത് നമ്മുടെ മോർണിംഗ് തൊട്ട് നമ്മളത് 5-6 മണിക്ക് നമ്മുടെ മോർണിംഗ് പ്രെയർ സ്റ്റാർട്ട് ചെയ്യും. അതിന് ശേഷം കുർബാന. പിന്നെ നമ്മുടെ ഒരു ഏത് കാര്യം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി സാധിക്കാനായിട്ട് നമ്മളൊരു എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞിട്ട് 33 വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ ദിവസവും കാഴ്ചവെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ അഡോറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ആൾ സെപ്പറേറ്റ് മാറി നിൽക്കും. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഇപ്പം ടൈം ടേബിൾ ഉണ്ട്. ഓരോരുത്തർക്കും ടൈം ടേബിൾ നമ്മൾ ബോർഡിലിട്ടിട്ടുണ്ട്. അതനുസരിച്ച് അവർ മാറി മാറി വരും. പിന്നെ ഒരു 5 മണിയാകുമ്പോഴത്തേന് നമുക്കൊരു ജെറിക്കോ പ്രെയർ എന്നൊരു പർദ്ദുണ്ട്. അത് നമുക്കൊരു ധ്യാനഗുരു നമുക്ക് തന്നിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്. നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾക്ക് അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ശരിക്കും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ആ ജെറിക്കോ പ്രെയറിലൂടെ തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ജെറിക്കോ പ്രെയർ എന്ന് പറയുമ്പോൾ ഈ ക്യാമ്പസ് മുഴുവൻ ചുറ്റി ബൗണ്ടറി മൊത്തം ചുറ്റി കറങ്ങി ചെയ്യുക. എല്ലാ ദിവസവും ഇപ്പം 4 ദിവസം കൊന്ത, 2 ദിവസം ബൈബിൾ റീഡിങ്, 1 ദിവസം കുരിശിൻ്റെ വഴി, എല്ലാ ദിവസവും ചെയ്യും. പിന്നെ നൈറ്റ് അഡോറേഷൻ ആണെങ്കിൽ നമ്മളിങ്ങനെ 2 മണിക്കൂർ 1 മണിക്കൂർ വെച്ച് ഞാൻ ഓരോരുത്തർക്ക് വീതിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് അത് പോകുന്നുണ്ട്. സൺഡേ മാത്രം അത് ക്ലീനിങ് ആക്കാനുള്ളതായതുകൊണ്ട് സൺഡേ മാത്രമല്ല ക്ലോസ് ചെയ്തിട്ട് വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് എൻ്റെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞാനാണ് ഞാൻ 4ാമത്തെ വർഷമാണ് ഇവിടേക്ക് വന്നിട്ട്. എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്ന് പറഞ്ഞാൽ പ്രീസ്റ്റോം സ്റ്റാർട്ട് ചെയ്യാമെന്ന് ബ്രദർ ചോദിച്ചപ്പോഴത്തേന് എൻ്റെ മനസ്സിലാവും. ശരി, ഞാനൊരു 3 വർഷം എറണാകുളം രൂപതയിൽ അച്ഛന്മാരുടെ പ്രീസ്റ്റോമിൻ്റെ ചാർജായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടായിരിക്കണം തോന്നുന്നു. സിഡിയോടെ ചോദിച്ചതനുസരിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് 4 വർഷം കഴിഞ്ഞു. ഫിയാത്ത് മിഷനിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ ബ്ലെസ്സിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് ഒരു കോർഡിനേഷൻ വഹിക്കുന്ന സിസ്റ്ററാണ്. നമുക്ക് സിസ്റ്ററിൽ നിന്ന് ചോദിച്ചറിയാം, പ്രാർത്ഥന ഇവിടുത്തെ ശുശ്രൂഷകൾക്ക് എത്രത്തോളം ഒരു ശക്തി പകരുന്നു എന്നൊരു കാര്യത്തെക്കുറിച്ച്. സിസ്റ്ററെ സ്വാഗതം. ശരിക്കും ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ മാനുഷികമായിട്ടുള്ള കഴിവുകൊണ്ട് അസാധ്യമാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ശക്തി ഈ ശുശ്രൂഷകൾക്ക് എത്രത്തോളം ഒരു മുതൽക്കൂട്ടാകുന്നുണ്ട്? ഞാനിവിടെ വന്നിട്ടാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി ഇത്ര തീവ്രമായിട്ട് മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ജീവിതം മാറ്റിവെച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ജീവിതം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാം ദൈവപരിപാലനയിലാണ്. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്ന അനുസരിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്നൊരു വന്നപ്പോൾ എനിക്കത് എന്താ പറയുക, പ്രാർത്ഥനയിലേക്ക് ഒരു പടിയും കൂടെ ഉയരാനാണ് സാധിച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെ 24 മണിക്കൂറും ആരാധനയുണ്ട്. അപ്പം നമുക്ക് പകൽ ഫുള്ള് ആരാധിക്കാം. ഇനി എന്തെങ്കിലും വിധത്തിൽ പകൽ പറ്റിയില്ലെങ്കിൽ രാത്രി വരാം. അപ്പം 24 മണിക്കൂറും ആരാധനയുള്ളൊരു സ്ഥലമെന്ന് കാണുമ്പോൾ അതും ഫിയാത്ത് മിഷനിലുണ്ടെന്ന് കേട്ടപ്പോൾ ഒത്തിരിയേറെ സന്തോഷത്തോടെയാണ് ഞാനിങ്ങോട്ട് വന്നത്. അത് മാക്സിമം ഞാൻ ഉപകാരപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ബൈബിൾ ഉൽപ്പാദിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരസ്പർശമുള്ള ഒരു പ്രിന്റിംഗ് പ്രസ്, ഫിയാത്ത് മിഷന്റെ ഒഡീഷയിലെ കട്ടക്കിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സ്ക്രിപ്ചൂറ, ആ ഒരു പ്രിന്റിംഗ് പ്രസ്സിനെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. ലോകമെമ്പാടുമുള്ള ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത, ദൈവവചനം അറിഞ്ഞിട്ടില്ലാത്ത അനേകരിലേക്ക് ദൈവത്തിൻ്റെ വചനം എത്തിക്കുവാനുള്ള ഒരു ഉപകരണമായി മാറുകയാണ് ഈ ഒരു പ്രിന്റിംഗ് പ്രസ്. ശരിക്കും പരിശുദ്ധ ബൈബിൾ അത് എങ്ങനെയാണ് അച്ചടിച്ച് വരുന്നത് എന്നതിനെപ്പറ്റി വളരെ മനോഹരമായിട്ട് ജോർജ് നമ്മളോട് അത് കൃത്യമായിട്ട് തന്നെ വിശദീകരിച്ച് തന്നു. നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രിന്റിംഗ് പ്രസ്സിനെയും ഫിയാത്ത് മിഷന്റെ ദൗത്യത്തെയും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാം. ഇനിയും അനേകം ഭാഷകളിലേക്ക് പരിശുദ്ധ ബൈബിൾ അച്ചടിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രിന്റിംഗ് പ്രസ്സായിട്ട് ഈ ഒരു പ്രിന്റിംഗ് പ്രസ് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഫിയാത്ത് മിഷന്റെ ഒഡീഷയിലെ ബൈബിൾ പ്രിന്റിംഗ് പ്രസ്സിൽ നിന്നും ക്യാമറാമാൻ അമലായി ടോമിനൊപ്പം ജോർജി ജോസ്, ഷെക്കേനൻ.